മക്കളെ, നമ്മളുടെ 8ാം ക്ലാസ്സിലെ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് അല്ലെ ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് അല്ലെ. ഈ ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരുപാടൊന്നും നമുക്ക് പഠിക്കാനില്ല. കുറച്ച് കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ ഈ ഒരു ചാപ്റ്റർ സെറ്റ് ആണ്. ഓക്കെ, അപ്പൊ ഈ ഒരു ചാപ്റ്ററിൽ ആദ്യം നമ്മൾ പഠിക്കേണ്ടത് എങ്ങനെയാണ് ട്രയാങ്കിൾസ് ഈക്വൽ ആവുക എന്നുള്ളതാണ്. ഓക്കെ, ട്രയാങ്കിൾസിന് എപ്പോഴാണ് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയാന്നുള്ളതാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അതിന് 3 റൂൾസ് ആണുള്ളത്. ഓക്കെ, ആദ്യത്തെ റൂൾ ഏതാന്ന് വെച്ചാൽ എസ് എന്നാണ്. ഓക്കെ, അതായത് സൈഡ് സൈഡ് സൈഡ്. ഓക്കെ, എസ് എന്ന് പറഞ്ഞാൽ സൈഡ് ആണ്, വശം എന്നാണ് കേട്ടോ. വശം സൈഡ് സൈഡ് സൈഡ്. അതായത് നോക്ക്, ഇവിടെ 2 ത്രികോണങ്ങൾ ഉണ്ട്. ഇതിന് മിസ് പേര് കൊടുക്കാണ് ABC എന്ന് പേര് കൊടുത്തു. ഇതിന് PQR എന്ന് പേര് കൊടുത്തു. ഓക്കെ, അപ്പൊ ഇതിലെന്ന് പറയുന്നത് ഈ ഒരു വശം എന്താണ്, 5 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇതിലെന്ന് പറയുന്നത് ഈ ഒരു വശം 5 സെന്റിമീറ്റർ തന്നെയാണ്. ഓക്കെ, ഇനി അടുത്ത് നോക്ക്, ഈ ഒരു വശം എത്രയാണ്, ഇവിടെ 4 സെന്റിമീറ്റർ ആണ്. അതുപോലെ തന്നെ ഇതിലുള്ള ഏതോ ഒരു വശം, അതായത് ഇപ്പൊ ഈ വശം തന്നെ എടുക്കാം, ഇത് 4 സെന്റിമീറ്റർ ആണെന്ന് വെച്ചോ. ഓക്കെ, ഇനി അടുത്ത് വേറൊരു വശം, ഇതെത്രയാണ്, 6 സെന്റിമീറ്റർ ആണ്. അതുപോലെ ഈ ഒരു വശം എന്ന് പറയുന്നത് 6 സെന്റിമീറ്റർ ആണ്. അപ്പൊ ഇവിടെ എന്താണ് സംഭവം, ഇവിടെ നോക്ക്, ഇതിലുള്ള ഈ ഒരു ത്രികോണത്തിലുള്ള വശങ്ങളുടെ അതേ നീളമാണ് ഈ ഒരു ത്രികോണത്തിലുള്ള വശങ്ങൾക്കുള്ളത് അല്ലെ. ഇതിലുള്ള ഒന്ന് 6 സെന്റിമീറ്റർ ആണ്, ഇവിടെ ഒരു വശം 6 സെന്റിമീറ്റർ ആണ്, ഇവിടെ ഒരു വശം 4 സെന്റിമീറ്റർ ആണ്, ഇവിടെ ഒരു വശം 4 സെന്റിമീറ്റർ ആണ്, ഇവിടെ ഒരു വശം 5 സെന്റിമീറ്റർ ആണ്, ഇവിടെ എന്താണ് ഒരു വശം 5 സെന്റിമീറ്റർ ആണ്. ഇങ്ങനെ വരികയാണെങ്കിൽ ഈ ത്രികോണത്തിന് നമുക്ക് എന്ത് പറയാം, ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം, അല്ലെങ്കിൽ തുല്യ ത്രികോണങ്ങൾ എന്ന് പറയാം കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് ആദ്യം ആലോചിക്കേണ്ടത്. നിങ്ങൾക്ക് ആദ്യമുള്ള റൂള് ഈക്വൽ ട്രയാങ്കിൾസ് ആവാനുള്ള, തുല്യ ത്രികോണങ്ങൾ ആവാനുള്ള ആദ്യത്തെ റൂള് എന്ന് പറയുന്നത്, ആദ്യത്തെ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് ഇതാണ്. 3 വശങ്ങൾ മറ്റൊരു ത്രികോണത്തിന്റെ 3 വശങ്ങൾക്ക് തുല്യമായാൽ അതിന് എന്ത് പറയാടാ, ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. ഓക്കെ, പക്ഷെ ഇവിടെ വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. ഈ ഒരു വശം നോക്ക്, ഈ ഒരു വശത്തിന് എതിരെയുള്ള കോണാണ് ഇത് അല്ലെ. ഈ 5 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു വശത്തിന് എതിരെയുള്ള കോണാണ് ഇത്. ഇവിടുത്തെ 5 സെന്റിമീറ്റർ എന്ന് പറയുന്ന ഈ ഒരു വശത്തിന് എതിരെയുള്ള കോണാണ് ഇത്. ഈ 2 ആംഗിൾസും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുപോലെ അടുത്ത തുല്യവശമായിട്ടുള്ള ഏതാണ്, 6 സെന്റിമീറ്റർ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ഈക്വൽ, ഇത് ഈ 6 സെന്റിമീറ്ററിന് എതിരെയുള്ള ഈ ഒരു കോണും ഈ ഒരു 6 സെന്റിമീറ്ററിന് എതിരെയുള്ള ഓപ്പോസിറ്റുള്ള ഈ ഒരു കോണും എന്തായിരിക്കും, ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ മൂന്നാമത്തെ വശം ഏതാ, 4 സെന്റിമീറ്റർ, ഇതിനെതിരെയുള്ള ഈ ഒരു കോണും ഇതിനെതിരെയുള്ള ഈ ഒരു കോണും അതും എന്തായിരിക്കടാ, ഈക്വൽ ആയിരിക്കും. അതായത് രണ്ടാമത്തെ പോയിന്റ് എന്താടാ, ഈക്വൽ സൈഡ്സിന്, ഈ ഒരു ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഏതൊരു ഈക്വൽ ട്രയാങ്കിൾസ് എടുത്താലും ആ ഈക്വൽ ട്രയാങ്കിൾസിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും എന്തായിരിക്കടാ, ഈക്വൽ ആയിരിക്കും. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ കണ്ടീഷൻ പഠിച്ചില്ലേ. എന്താണ് ഒന്നാമത്തെ കണ്ടീഷൻ, ഈക്വൽ ട്രയാങ്കിൾ ആവാനുള്ള ഒന്നാമത്തെ കണ്ടീഷൻ എടാ എന്താന്ന് വെച്ചാല് 3 സൈഡ്സ് എസ് 3 സൈഡ്സ് മറ്റൊരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ അതിനെന്ത് പറയാൻ പറ്റൂടാ, ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാൻ പറ്റും. ഓക്കെ, സെറ്റ് അല്ലേ. ഇനി അടുത്തത് നോക്കാം. അടുത്ത റൂൾ ഏതാന്ന് വെച്ചാലടാ SAS ആണ്. സൈഡ്സ്, ആംഗിള്, സൈഡ്, വശം, കോണ്, വശം, സൈഡ്, ആംഗിള്, സൈഡ് കേട്ടോ. അതായത് നോക്ക്, 2 സൈഡ്സും അതിൻ്റെ ഇടയിലുള്ള ഒരു ആംഗിളും ഈക്വൽ ആണെങ്കിൽ അതിനെന്ത് പറയാം, നമുക്ക് ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. അതായത് നോക്ക്, ഈ ഒരു സൈഡ് 6 സെന്റിമീറ്റർ ആണ്. ഈ ഒരു ട്രയാങ്കിളിന്റെ ഈ സൈഡ് 6 സെന്റിമീറ്റർ ആണ്. ദെൻ ഈ ഒരു ട്രയാങ്കിളിന്റെ തന്നെ ഈ ട്രയാങ്കിളിന്റെ ഈ ഒരു സൈഡ് എന്താണ്, 6 സെന്റിമീറ്റർ ആണ്. ദെൻ അടുത്തത് നോക്ക്, ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഈ ട്രയാങ്കിളിന്റെ ഈ സൈഡ് എന്ന് പറയുന്നത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ദെൻ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രി ആണ്.
ഇവിടെ ഈ ഒരു ആംഗിൾ എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. അപ്പൊ ഈ രണ്ട് ട്രയാങ്കിളിനെ നോക്കിയേ, രണ്ട് സൈഡ്സും ഇവിടെ ഈ രണ്ട് സൈഡ്സും ആ സൈഡ്സിന്റെ ഇടയിലുള്ള ആംഗിളും ഈക്വൽ ആണ് അല്ലെ. അപ്പോഴും നമുക്ക് എന്ത് പറയാടാ, ഈ ട്രയാങ്കിൾ ഈക്വൽ ആണ് എന്ന് പറയാം. എപ്പോഴൊക്കെയാണ് മൂന്ന് സൈഡ്സ് മറ്റൊരു ത്രികോണത്തിന്റെ മൂന്ന് സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. ദെൻ രണ്ട് സൈഡ്സും അതിന്റെ ഇടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡിനും അതിന്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ ആണ് എന്ത് പറയാടാ, അതിനെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. മൂന്നാമത്തെ ഏതാന്ന് വെച്ചാൽ നമ്മളുടെ ലാസ്റ്റ് റൂൾ ഏതാന്ന് വെച്ചാൽ നോക്ക്, ASA എന്ന് പറഞ്ഞാൽ എന്താ, ആംഗിള് സൈഡ് സൈഡ് ആംഗിള്. അപ്പൊ നോക്ക് എന്തൊക്കെയാണ്, ഒരു സൈഡും ആ സൈഡിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ അതിനെ എന്ത് പറയാടാ, ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. അപ്പൊ നോക്ക് ഇവിടെ നോക്ക്, ഇത് 6 സെന്റിമീറ്റർ ആണെന്ന് വെച്ചോ. ഇവിടെ എന്തുണ്ട്, ഇതെന്താണ് 6 സെന്റിമീറ്റർ ആണ്. ഓക്കെ, ഇത് ദെൻ ഇവിടെ ഈ ഒരു കോണ് എന്ന് പറഞ്ഞാൽ 50 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ ഒരു കോണ് എന്ന് പറയുന്നത് 50 ഡിഗ്രിയാണ്. ദെൻ അടുത്ത് ഈ കോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അതുപോലെ തന്നെ ഇവിടെ ഈ കോൺ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ്. അപ്പൊ നോക്ക്, ഈ ഒരു രണ്ട് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താണ്, ഒരു സൈഡും ഇവിടെ ഒരു സൈഡിന് ഈക്വൽ ആണ്. ഈ ആംഗിൾ, ഇതിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിളിന് ഈക്വൽ അല്ലേ. അപ്പൊ എന്ത് പറയാം, ഇതിനെ എന്ത് പറയാം, ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം. അപ്പൊ എന്തൊക്കെയാണ് നമ്മളുടെ 3 റൂൾസ്, ഏതൊക്കെയാണ് വരുന്നത് നോക്ക്, SSS, അതായത് സൈഡ് അല്ലെ, 3 സൈഡ്സ് വേറൊരു ട്രയാങ്കിളിന്റെ 3 സൈഡ്സിന് ഈക്വൽ ആണെങ്കിൽ ഈക്വൽ ട്രയാങ്കിൾ ആണ്. അടുത്ത ഏതാണ്, SAS, ഏതാണ് നമ്മളുടെ SAS, സൈഡ് അല്ലെ, ഇതെന്താണ്, ആംഗിൾ ആണ് കേട്ടോ, ആംഗിൾ ആണ്, അതായത് കോണ്. SAS സൈഡ് സൈഡ്, അതായത് ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിനും അതിന്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ എന്ത് പറയാടാ, അതിനെ ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. മൂന്നാമത്തെ ആരാടാ, ASA, അതായത് സൈഡ് അതായത് ഒരു സൈഡും ഒരു ട്രയാങ്കിളിന്റെ ഒരു സൈഡും അതിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസും മറ്റൊരു ട്രയാങ്കിളിന്റെ ഒരു സൈഡിനും അതിന്റെ രണ്ട് എൻഡിലുള്ള ആംഗിൾസിനും ഈക്വൽ ആണെങ്കിൽ അതിനെന്ത് പറയാടാ, അതിനെ നമുക്ക് പറയാം എന്ത്, ഈക്വൽ ട്രയാങ്കിൾ എന്ന് പറയാം. അപ്പൊ ഇനി എവിടെ ആര് ചോദിച്ചാലും നിങ്ങൾ പറയില്ലേ 3 റൂൾസ്, നിങ്ങൾ പറയില്ലേ എന്താണ് ഈക്വൽ ട്രയാങ്കിൾസ് ആവാനുള്ള 3 റൂൾസ് നിങ്ങൾ പറയില്ലേ, ഇല്ലേ. ദെൻ അടുത്ത നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ നോക്കാൻ പോകുന്നത്. നോക്ക്, ഇൻ ദ ഫിഗർ AB ഈക്വൽ ടു QR, AC ഈക്വൽ ടു PQ. അപ്പൊ എന്താ PQ, AB ഈസ് ഈക്വൽ ടു എന്താണ്, AB എന്തിന് ഈക്വൽ ആണ്, QR ഈക്വൽ ആണ്, ഇതിന് ഈക്വൽ ആണ്. ദെൻ പറയാണ് AC ഈക്വൽ ടു PQ, AC ഈക്വൽ ടു PQ. നോക്ക്, AC എന്തിന് ഈക്വൽ ആണ്, PQക്ക് ഈക്വൽ ആണ്. ദെൻ ആംഗിൾ A ഈക്വൽ ടു ആംഗിൾ Q. ആംഗിൾ A എന്താണ്, ഇതാണ് ആംഗിൾ A, എന്തിന് ഈക്വൽ ആണ്, ആംഗിൾ Qന് ഈക്വൽ ആണ്. അപ്പൊ നോക്കിയേ, ഇത് ഈക്വൽ ട്രയാങ്കിൾസ് അല്ലേ, നോക്ക്, ഈക്വൽ ട്രയാങ്കിൾസ് എന്നോ, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് ആംഗിളും അതിന്റെ ഇടയിലുള്ള കോണും മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിനും, ഒരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡും അതിന്റെ ഇടയിലുള്ള ആംഗിളും മറ്റൊരു ട്രയാങ്കിളിന്റെ രണ്ട് സൈഡ്സിനും അതിന്റെ ഇടയിലുള്ള ആംഗിളിനും ഈക്വൽ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാടാ, ഇതിനെ ഈക്വൽ ട്രയാങ്കിൾസ് എന്ന് പറയാം അല്ലെ. അപ്പൊ ഇത് ഈക്വൽ ട്രയാങ്കിൾ ആണ്. ദെൻ നോക്കിയേ, PR is equal to എന്തിന് ഈക്വൽ ആയിരിക്കും, നോക്ക്, ഈ PR എന്തിന് ഈക്വൽ ആയിരിക്കും, ഈക്വൽ ട്രയാങ്കിൾസിന്റെ മിസ് ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഈക്വൽ ആയിട്ടുള്ള സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലെ. ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കടാ, ഈക്വൽ ആയിരിക്കും അല്ലെ. അതുപോലെ തന്നെടാ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും ഈക്വൽ തന്നെ ആയിരിക്കും കേട്ടോ. നമ്മളുടെ ഈക്വൽ ട്രയാങ്കിൾസിന്റെ എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസിന് ഈക്വൽ സൈഡ്സിന് എതിരെയുള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെടാ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സും എന്തായിരിക്കടാ, ഈക്വൽ ആയിരിക്കും. അങ്ങനെയെങ്കിൽ നോക്കടാ, ഇത് നമ്മൾ എന്താണ്, ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് പ്രൂവ് ചെയ്തില്ലേ. ഇത് രണ്ടും ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അല്ലെ. ഏതാണ് നമ്മളുടെ റൂള്,
SAS ആണ് നമ്മളുടെ റൂള് പ്രകാരം ഇത് ഈക്വൽ ട്രയാങ്കിൾസ് ആണ്. അങ്ങനെയെങ്കിൽ ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡ്സ് ഈക്വൽ ആയിരിക്കില്ലേ? ഇതൊക്കെ ഈ ആംഗിൾ എക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലേ ഇത് BC എന്ന് പറയുന്നത്. അതുപോലെ ആംഗിൾ ക്യൂക്ക് ഓപ്പോസിറ്റ് ഉള്ള സൈഡ് അല്ലേ ഈ PR എന്ന് പറയുന്നത്. അപ്പൊ PR എന്തിന് ഈക്വൽ ആയിരിക്കും? നമ്മളുടെ BCക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, BCക്ക് ഈക്വൽ ആയിരിക്കും. ദെൻ ആംഗിൾ P is equal to എന്തിന് ഈക്വൽ ആണ്? ആംഗിൾ P നമുക്കറിയാം ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും അല്ലെ? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ആംഗിൾ P എന്ന് പറയുന്ന ഏത് സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഇതാ നോക്ക്, ആംഗിൾ P എന്ന് പറയുന്നത് നമ്മളുടെ QR ഓപ്പോസിറ്റ് ഉള്ളതാണ്. QR എന്തിന് ഈക്വൽ ആണ്? ABക്ക് ഈക്വൽ ആണ്. അപ്പൊ ABന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന ഇവനും ആയിരിക്കും ഈക്വല്. ആംഗിൾ P ആർക്ക് ഈക്വൽ ആയിരിക്കും? ആംഗിൾ Cക്ക് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രോബ്ലം നിങ്ങൾക്ക് എന്തായാലും 100% എക്സാമിന് വരുന്നതാണ് കേട്ടോ. ഇത് എന്തറിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് ആകെ ഒരു കാര്യം മാത്രമാണ് അറിയേണ്ട. ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ട്രയാങ്കിൾസ് ആണ് അങ്ങ് പ്രൂവ് ചെയ്ത് കൊടുക്കുക. നമ്മളെ 3 റൂൾസ് ഇല്ലേ നമ്മളെ കയ്യിൽ. അപ്പൊ ഈക്വൽ ട്രയാങ്കിൾസ് ആണ് എന്ന് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു ഈക്വൽ ട്രയാങ്കിൾ എടുത്താലും ഇടാ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആണ്. അതുപോലെ തന്നെ ഈക്വൽ ആംഗിളിന് ഓപ്പോസിറ്റ് ഉള്ള സൈഡും ഈക്വൽ ആണ്. അത് വെച്ചിട്ടാണ് കേട്ടോ ഈ ഒരു പ്രോബ്ലം പുഷ്പം പോലെ നമ്മൾ ചെയ്തത്. ഓക്കെ, ദെൻ അടുത്ത നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത് പാരലലോഗ്രാം ആണ് അല്ലെ? പാരലലോഗ്രാമിനെ കുറിച്ചിട്ട് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നുണ്ട്. അപ്പൊ നോക്ക്, പാരലലോഗ്രാമിന് 3 പ്രത്യേകതയാണുള്ളത്. ആകെ 3 പ്രത്യേകതകൾ മാത്രമേ നമ്മുടെ പാരലലോഗ്രാമിനുള്ളൂ. എന്താണെന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അല്ലെങ്കിൽ എന്താണ്? എതിർവശങ്ങൾ തുല്യമാണ്. ഇവന് ഈക്വൽ ആയിരിക്കും, ഇവന് ഈക്വൽ ആയിരിക്കും. ഓക്കെ, അടുത്തതെന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അതെന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളുടെ എതിർ കോണുകൾ തുല്യമാണ്. ഓക്കെ, എതിർവശങ്ങൾ തുല്യമാണ്, എതിർ കോണുകൾ തുല്യമാണ്. മൂന്നാമത്തെ പോയിന്റ് എന്താന്ന് വെച്ചാൽ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. സൈഡ്സ് പാരലൽ. ഓക്കെ, ഓപ്പോസിറ്റ് സൈഡ്സ് എന്താണ്? പാരലൽ ആണ്. എന്തൊക്കെയാണ്? 3 എണ്ണം എന്താടാ? 1 2 3 3 എന്തൊക്കെയാണ്? നമ്മളുടെ ഓപ്പോസിറ്റ് സൈഡ്സ് ആർ ഈക്വൽ, ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ, ആൻഡ് എന്താണ് മൂന്നാമത്തേത്? ഓപ്പോസിറ്റ് സൈഡ്സ് ആർ പാരലൽ. മലയാളത്തിൽ പറയുകയാണെങ്കിൽ നമ്മളുടെ എതിർവശങ്ങൾ തുല്യമാണ്, എതിർ കോണുകൾ തുല്യമാണ്, ആൻഡ് മൂന്നാമത്തെ എന്താടാ? എതിർവശങ്ങൾ സമാന്തരമാണ്. അപ്പൊ നിങ്ങളൊന്ന് നോക്ക്, ഈ ഒരു വശം ഈ ഒരു വശത്തിന് തുല്യമാണ് അല്ലേ? ദെൻ അടുത്തെന്താണ്? നോക്ക്, ഈ ഒരു വശം ഈ ഒരു വശത്തിന് തുല്യമാണ്. ദെൻ കോണുകൾ നോക്കുകയാണെങ്കിലോ, നോക്ക്, ഈ ഒരു കോണ് ഇതിന്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ കോണിന് തുല്യമാണ്. അതുപോലെ നോക്ക്, ഈ ഒരു കോണിനും തുല്യമായിരിക്കും. ഓക്കെ, ഇതാണ് നമുക്ക് സാമാന്തരികത്തിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഇതാണ് നമുക്ക് സാമാന്തരികത്തിന്റെ പ്രത്യേകത പഠിക്കാനുള്ളത്. അത് കഴിഞ്ഞാലടാ മിസ് നോക്ക്, മിസ് ജസ്റ്റ് ഇതിന് വികരണങ്ങൾ, ഡയഗണൽസ് വരയ്ക്കാൻ പോവാ. നോക്ക്, ഇവിടുന്ന് ഇങ്ങോട്ടൊരു ഡയഗണലും വരച്ചു. അത് കഴിഞ്ഞ് ഇവിടുന്ന് ഇങ്ങോട്ടും ഒരു ഡയഗണൽ വരച്ചു. ഓക്കെ, 2 ഡയഗണൽ വരച്ചു. ഈ ഡയഗണലിന്റെ പ്രത്യേകത എന്താന്ന് വെച്ചാൽ ഈ ഡയഗണൽസ് ബൈസെക്ട് ഈച്ച് അതർ. ഡയഗണൽസ് എന്താണ്? ബൈസെക്ട് ഈച്ച് അതർ. അല്ലെങ്കിൽ എന്ത് പറയാം? നമ്മളുടെ വികരണങ്ങൾ വശത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വികരണങ്ങൾ എന്താണ്? പരസ്പരം സമഭാഗം ചെയ്യുന്നു. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങളോട് ചോദിക്കുകയാണ് സമഭാഗം ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ ഒരു നടുവിലുള്ള പോയിന്റിനെ മിസ് ABCD എന്ന് കൊടുക്കാം. എന്ന് കൊടുക്കുകയാണെങ്കിൽ നോക്ക്, ഈ നടുവിലുള്ള വശത്തിന് മിസ് എന്തെടുത്തു? എന്ന് കൊടുത്തു. അങ്ങനെയെങ്കിലടാ ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഏതാ കളർ എടുക്കാം നമ്മള്? യെസ്,
ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ നീളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ നീളവും എന്തായിരിക്കും? ഈക്വൽ ആയിരിക്കും. അതുപോലെ തന്നെ അടുത്ത നോക്ക്, ദാ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഈ നീളവും ഈക്വൽ ആയിരിക്കും. അതായത് നമ്മളോട് ക്വസ്റ്റ്യനിൽ പറയാണ് എന്ത്? ദാ നമ്മളുടെ ആകെ ഈ വികരണത്തിന്റെ നീളം എന്ന് പറയുന്നത് AC എന്താണ്? AC is equal to 8 സെന്റിമീറ്റർ ആണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നു. എന്നിട്ട് നമ്മളോട് പറഞ്ഞു ദാ AC 8 സെന്റിമീറ്റർ ആണ്, അങ്ങനെയെങ്കിൽ AE എത്രയാന്നാ ചോദിക്കുക. ഓക്കെ, AE എത്രയാന്ന്? AE എത്രയായിരിക്കും? ദാ 4 ആയിരിക്കും. ഇത് 4ഉം 4ഉം ആയിരിക്കും. ഇത് പരസ്പരം സമഭാഗമല്ലേ ചെയ്യുന്നത്? ഇത് 4ഉം 4ഉം ആയിരിക്കും. ഇനി DB എന്ന് പറയുന്ന വികരണം 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇത് എത്രയായിരിക്കടാ? ഇത് രണ്ടും ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്ത് ചോദിക്കും? ദാ ഇവിടെ വികരണത്തിന്റെ ആകെ നീളം തന്നിട്ട് ദാ ഇതിന്റെ നീളം എത്രയാണ്, അല്ലെ ഇതിന്റെ പകുതിയുടെ നീളം എത്രയാന്ന് ചോദിക്കും. നിങ്ങൾ എന്താ പറയേണ്ടത്? നമ്മളുടെ വികരണങ്ങൾ എന്ത് ചെയ്യുന്നു? പരസ്പരം സമഭാഗം ചെയ്യുന്നു. അല്ലെങ്കിൽ എന്ത് പറയാം? ഡയഗണൽസ് ആർ ബൈസെക്ട് ഈച്ച് അതർ, അല്ലെ? ഡയഗണൽസ് എന്താണ്? ബൈസെക്ട് ഈച്ച് അതർ. അതാണ് കേട്ടോ നമ്മളുടെ പാരലലോഗ്രാമിനെ കുറിച്ച് പഠിക്കാനുള്ളത്. ഈ ഒരു കാര്യം പഠിച്ചു കഴിഞ്ഞാൽ പാരലലോഗ്രാം സെറ്റ് ആണ്. ദെൻ അടുത്ത നമ്മൾ എന്താ പറയുന്നത്? നമ്മളുടെ ടെക്സ്റ്റ് ബുക്കില് ഐസോസ്ലെസ് ട്രയാങ്കിൾ പറയുന്നുണ്ട്, അല്ലെ? അല്ലെങ്കിൽ എന്താണ്? സമപാർശ്വ ത്രികോണത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് ഈ ഐസോസ്ലെസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണം എന്ന് പറയുന്നത്? ഒന്നുമില്ല, രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐസോസ്ലെസ് ട്രയാങ്കിൾ അല്ലെങ്കിൽ സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് കേട്ടോ. രണ്ട് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. അതായത് ഇപ്പൊ ഇവിടെ എന്തായിരിക്കും? ഈ ഒരു സൈഡും AC-യും BC-യും ഈക്വൽ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ് എന്ന് പറയാൻ പറ്റും. ABC ഐസോസ്ലെസ് ട്രയാങ്കിൾ ആയ എപ്പോഴാണ്? AC-യും BC-യും ഈക്വൽ ആണ്. നമുക്ക് ഇവിടെ 4ഉം ഇവിടെ 4ഉം രണ്ടും 4 ആണെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റൂടാ? ഇതൊരു ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഐസോസ്ലെസ് ട്രയാങ്കിളിന് വേറൊരു പ്രത്യേകത കൂടി ഉണ്ട് കേട്ടോ. എന്താണ് പ്രത്യേകത എന്ന് വെച്ചാൽ തുല്യവശങ്ങൾക്ക് എതിരെയുള്ള കോണുകളും തുല്യമായിരിക്കും. അതായത് എന്ത്? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസും ഈക്വൽ ആയിരിക്കും. നമ്മളുടെ ഈക്വൽ ട്രയാങ്കിൾസിൽ പഠിച്ചൊരു കാര്യം തന്നെ ആയിരുന്നു അല്ലെ? അതിൽ തന്നെ ഐസോസ്ലെസ് ട്രയാങ്കിളിനും ആ ഒരു പ്രത്യേകത വരുന്നുണ്ട്. എന്താണ്? ഐസോസ്ലെസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് ഈക്വൽ ആയിരിക്കും. അതായത് നോക്കിവിടെ ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ആംഗിളും ഈ സൈഡിന് ഓപ്പോസിറ്റ് ഉള്ള ഈ ഒരു ആംഗിളും എന്താടാ? ഈക്വൽ ആണ്. ഓക്കെ, ഇതും എന്താണ്? ഈക്വൽ ആണ്. അപ്പൊ എന്താണ്? രണ്ട് കാര്യങ്ങൾ പഠിച്ചു അല്ലെ ഐസോസ്ലെസ് ട്രയാങ്കിളിനെ കുറിച്ച്. എന്താണ്? രണ്ട് വശങ്ങൾ തുല്യമായ ത്രികോണങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സമപാർശ്വ ത്രികോണങ്ങൾ എന്ന് പറയുന്നത് അല്ലെ? രണ്ട് സൈഡ്സ് ഈക്വൽ ആയിട്ടുള്ള ട്രയാങ്കിൾസ് ആണ് ഐസോസ്ലെസ് ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾസ് എന്തായിരിക്കടാ? ഈക്വൽ ആയിരിക്കും അല്ലെ? ഈക്വൽ സൈഡ്സിന് ഓപ്പോസിറ്റ് ഉള്ള ആംഗിൾ എന്തായിരിക്കടാ? ഈക്വൽ ആയിരിക്കും. ഇനി അടുത്ത മിസ് ഒരു കാര്യം പറയട്ടെ. ഇതൊക്കെ ഈ AB എന്ന് പറയുന്നത് തുല്യവശ അല്ലാത്ത മറ്റൊരു വശല്ലേ? AC-യും BC-യും തുല്യമാണ് അല്ലെ? അതല്ലാത്ത മറ്റൊരു വശല്ലേ നമുക്ക് AB എന്ന് പറയുന്നത്? അതിന്റെ നടുവിൽ മിസ് ഒരു പോയിന്റ് ഇട്ടു. നടുവിൽ കറക്റ്റ് സെന്ററിലാണ് കേട്ടോ മിസ് ഒരു പോയിന്റ് ഇട്ടത്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും ഇവിടുന്ന് ഇങ്ങോട്ടുള്ള നീളവും എന്താണ്? തുല്യമാണ്. ഓക്കെ, തുല്യമാണ്. ദെൻ ആ ഒരു പോയിന്റിന് M എന്ന് പേര് വിളിച്ചു. ഓക്കെ, M എന്ന് പേര് വിളിച്ചു. ദെൻ മിസ് എന്ത് ചെയ്യാൻ പോവാണ്? ഇത് നോക്ക്, ഇവിടുന്ന് കറക്റ്റ് ഈ സെന്ററിലേക്ക് ഒരു ലൈന് വരയ്ക്കുകയാണെങ്കിൽ ഈ ലൈൻ എന്തായിരിക്കും? ഈ ലൈൻ ഒരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആയിരിക്കും. ഓക്കെ, പെർപെൻഡിക്കുലർ ബൈസെക്ടർ. പെർപെൻഡിക്കുലർ ബൈസെക്ടർ അല്ലെങ്കിൽ എന്ത് പറയാം? ലംബ സമഭാജിയാണ് എന്ന് പറയാം. എന്താണ്? ലംബ സമഭാജിയാണ്. എന്താടാ ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടർ? ബൈസെക്ട് ചെയ്യുന്നു നമ്മൾ പഠിച്ചു അല്ലേ? ബൈസെക്ട് ചെയ്യാന്ന് പറയുന്നത് രണ്ടായിട്ട് മുറിക്കാന്നുള്ളതായിരുന്നു. പക്ഷെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത് എന്താടാ? പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ ഇത് നോക്ക്, ഇതും 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, ഇത് രണ്ടും 90 ഡിഗ്രി ആയിരിക്കും. അതുപോലെ ഈ കോണും എന്താണ്? തുല്യമായിരിക്കും. പെർപെൻഡിക്കുലർ ബൈസെക്ടറിൽ എന്താണ്? ഈ രണ്ടെണ്ണം എന്താണ്? ഈ രണ്ട് കോണും 90 ഡിഗ്രി ആയിരിക്കും. ആൻഡ് ഇവിടെ എന്താണ് ഉണ്ടാവുക? ഇവിടെ രണ്ട് കോണുകളും എന്തായിരിക്കും? തുല്യവുമായിരിക്കും. ഓക്കെ, തുല്യവുമായിരിക്കും. ദെൻ നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ചോദിക്കാറുണ്ട് കേട്ടോ, എക്സാമിന് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്. അപ്പൊ നോക്ക്,
അതിന്റെ മുന്നേ ഐസോസ്ലിസ് ട്രയാങ്കിൾ എന്ന് വരുന്ന ഒരു പ്രോബ്ലം മിസ് ചോദിക്കട്ടെ. നോക്ക്, ഇൻ ദ ഫിഗർ ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി, ഓൾസോ ആംഗിൾ ബി ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി, ആംഗിൾ ബി സി ഈസ് ഈക്വൽ ടു 4 സെന്റിമീറ്റർ, എ ബി ഈസ് ഈക്വൽ ടു വാട്ട്? അതായത് ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി, ഇതെന്തിന് ഈക്വൽ ആണ്? ഇവന് ഈക്വൽ ആണ്. ഇനി അടുത്ത പറയാണ്, ഓൾസോ ആംഗിൾ ബി ഈക്വൽ ടു 120 ഡിഗ്രി, 120 ഡിഗ്രി, ഇത് 120 ഡിഗ്രി ആണ്, ഇവർ രണ്ടാളും ഈക്വലും ആണ്. ദെൻ നോക്ക്, ബി സി ഈക്വൽ ടു 4 സെന്റിമീറ്റർ, ബി സി ഈക്വൽ ടു 4 സെന്റിമീറ്റർ, ഇത് 4 സെന്റിമീറ്റർ ആണ്. ദെൻ നമ്മളോട് ചോദിക്കുകയാണ് എ ബി ഈക്വൽ ടു എന്താണെന്ന്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, മിസ് ഐസോസ്ലിസ് ട്രയാങ്കിളിനെ കുറിച്ച് എന്തായിരുന്നു പറഞ്ഞത്? നോക്ക്, രണ്ട് സൈഡ്സും ഈക്വൽ ആയിരിക്കും, രണ്ട് ആംഗിൾസും ഈക്വൽ ആയിരിക്കും അല്ലെ. നോക്ക്, ഇവിടെ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ, രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ്. ദെൻ ഡെഫിനറ്റ്ലി എന്തായിരിക്കുംടാ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇവരാരായിരിക്കും? 4 സെന്റിമീറ്റർ ആയിരിക്കും. ബിക്കോസ് ഇതെന്താണ്? ഒരു ഐസോസ്ലിസ് ട്രയാങ്കിൾ ആയിരിക്കും. ഐസോസ്ലിസ് ട്രയാങ്കിളിന്റെ പ്രത്യേകതയാണ് എന്ത്? രണ്ട് കോണുകൾ തുല്യമാവുക എന്നുള്ളത് എന്താണ്? ഐസോസ്ലിസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത ആണ്. അതുകൊണ്ട് തന്നെ എന്ത്, ഇത് 4 സെന്റിമീറ്റർ ആണെങ്കിൽ ഇതിന്റെ ഓപ്പോസിറ്റ് ഉള്ള ഇവനും എന്തായിരിക്കടാ? 4 സെന്റിമീറ്റർ ആയിരിക്കും. അതായത് ആൻസർ 4 സെന്റിമീറ്റർ എന്നാണ്. ദെൻ ആംഗിൾ എ എത്രയാന്നാ ചോദിച്ചത്. ഐസോസ്ലിസ് ട്രയാങ്കിളിൽ എന്താണ്? ഇത് 120 ആണെങ്കിൽ ഇത് രണ്ടും ഈക്വൽ ആണ് നമുക്ക് തന്നിട്ടുണ്ട് അല്ലെ. ആകെ കോണളവ് എത്രയാടാ ഒരു ട്രയാങ്കിളിന്റെ? 180 ഡിഗ്രി അല്ലേ? 180 ഡിഗ്രി ആണ്. ഒന്ന് 120 ആണെങ്കിൽ ബാക്കി രണ്ടെണ്ണം കൂട്ടിയാൽ എത്ര കിട്ടും? 60 കിട്ടണ്ടേ? നോക്ക്, ഇത് 120 ആണ്. ദെൻ 180 ആവണമെങ്കിൽ എന്താവണം? ഇവര് രണ്ടാളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണടാ? 60 കിട്ടണം അല്ലെ. ഇവർ രണ്ടാളും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? 60 കിട്ടണം. അങ്ങനെയെങ്കിൽ ഒരു കോൺ എത്രയായിരിക്കും? ആംഗിൾ എ ഈക്വൽ ടു ആംഗിൾ സി ഈക്വൽ ടു എന്തായിരിക്കും? 60/2 ആണ്. അതായത് 30 ഡിഗ്രിയാണ്. അതായത് ഇവനും 30 ആയിരിക്കും, ഇവനും 30 ആയിരിക്കും. നമ്മുടെ ആൻസർ എത്രയാണ്? 30 ഡിഗ്രിയാണ്. അങ്ങനെയെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് പറ്റുള്ളൂടാ? ഇത് 180 ഡിഗ്രി ആക്കാൻ പറ്റുള്ളൂ. സിമ്പിൾ അല്ലേ കാര്യം? സിമ്പിൾ അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്ക് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? ഇങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യണ്ടേ? ഓൺ എക്സാം കളറാക്കണ്ടേ? ഫുൾ മാർക്ക് വാങ്ങണ്ടേ? അപ്പൊ എന്ത് ചെയ്യണം? ഇപ്പൊ തന്നെ മക്കൾ എന്ത് ചെയ്യണം? ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിന്റെ കൂടെ തന്നെ കമന്റ് ബോക്സിന്റെ മുകളിലായിട്ട് കമ്മ്യൂണിറ്റി ഗ്രൂപ്പിന്റെ ലിങ്ക് ഉണ്ടാവും കേട്ടോ, അതിൽ ജോയിൻ ചെയ്യുക. ദെൻ അതിലായിരിക്കും നിങ്ങൾക്ക് നോട്ട്സ് ഉണ്ടാവുക. ആൻഡ് ലൈവ് ക്ലാസ്സുകൾ എപ്പോഴാണ്? ഓൺ എക്സാമിന്റെ ലൈവുകൾ എപ്പോഴാണ്? ഓൺ എക്സാം സെറ്റ് ആക്കാൻ എപ്പോഴാണ് മിസ്സുമാർ വരുന്നത്? അതൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണടാ? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. അപ്പൊ ഇപ്പൊ തന്നെ എന്ത് ചെയ്യുക? കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ പോയി ജോയിൻ ചെയ്യുക കേട്ടോ. ആൻഡ് ഈ ഒരു ചാപ്റ്ററിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ പിന്നെ രണ്ട് തരത്തിലുള്ള ബൈസെക്ടേഴ്സ് വരയ്ക്കാനുണ്ട്. അതായത് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സും വരയ്ക്കാനുണ്ട്, അതുപോലെ ആംഗിൾ ബൈസെക്ടറും. പെർപെൻഡിക്കുലർ ബൈസെക്ടറും ആംഗിൾ ബൈസെക്ടറും വരയ്ക്കാനാണ് നിങ്ങളോട് പിന്നെ ചോദിക്കാറുള്ളത്. ആ രണ്ട് കാര്യം കൂടിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ ഇനി ചെയ്യുന്നത് കേട്ടോ. നോക്കിയേ, ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 4.25 സെന്റിമീറ്റർ. എന്താണ്? 4.25 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു വര വരയ്ക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്. 4.25 ഒരു സ്കെയിൽ എടുത്ത് വരയ്ക്കാന്ന് പറയുന്നത് ബുദ്ധിമുട്ടല്ലേ? ആ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താന്ന് വെച്ചാലടാ, ഒരു ലൈന് വരച്ചു, 8 സെന്റിമീറ്ററിൽ ഒരു ലൈൻ വരച്ചു. ആ 8 സെന്റിമീറ്ററുള്ള ലൈനിനെ 4 സെന്റിമീറ്ററുള്ള 2 ഭാഗങ്ങളാക്കണമെങ്കിൽ അതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചാൽ മതി. അങ്ങനെയെങ്കിൽ ഇത് 4ഉം ഇത് 4ഉം ആയിരിക്കും. ഓക്കെ, അങ്ങനെ അതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയാം. അപ്പൊ നോക്ക്, ഇവിടെ ഡ്രോ എ ലൈൻ ഓഫ് ലെങ്ത് 4.25 എന്ന് പറഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, 4.25ന്റെ ഇരട്ടി എന്താടാ? ഡബിൾ എന്താണ്? അതിനൊരു 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ എത്ര കിട്ടുക? 8.5 കിട്ടൂ അല്ലെ? 8.5 ഉള്ള ഒരു ലൈന് വരയ്ക്കൽ എന്ന് പറഞ്ഞാൽ ഭയങ്കര പണിയുള്ള പരിപാടിയാണോ? അല്ലല്ലോ. സ്കെയിൽ ജസ്റ്റ് ഒന്ന് വരച്ചാൽ പോരെ? സ്കെയിൽ ജസ്റ്റ് ഒന്ന് വരച്ചാൽ മതി. അപ്പൊ 8.5 സെന്റിമീറ്ററിൽ ഒരു ലൈന് വരയ്ക്കുക, അതിനൊരു പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചു കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കടാ? ഇത് 4.25ഉം ഇത് 4.25 ആയിരിക്കും. അപ്പൊ ഇവിടെ എന്താണ് ശരിക്കും വരയ്ക്കാൻ ചോദിച്ചിട്ടുള്ളത്? പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ് നമ്മളോട് വരയ്ക്കാൻ പറഞ്ഞത്. ആര് പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്? 8.5 സെന്റിമീറ്ററിന്റെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ആണ്. അപ്പൊ നോക്കാം അതെങ്ങനെയാ വരയ്ക്കാന്നുള്ളതാണ് കേട്ടോ മിസ് പറയാൻ പോകുന്നത്. അതായത് നമുക്ക് വേണ്ട ആരൊക്കെയാണ്? നമ്മളുടെ സ്കെയിൽ വേണം, അതുപോലെ കോമ്പസും വേണം. അപ്പൊ നോക്ക്, ആദ്യം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ആദ്യം മിസ് ചെയ്യാൻ പോകുന്നത് 8 സെന്റിമീറ്ററുള്ള ഒരു ലൈന് വരയ്ക്കാൻ പോവാണ്. 8 സെന്റിമീറ്ററുള്ള ഒരു ലൈന് വരയ്ക്കും. യെസ്, 8 സെന്റിമീറ്ററുള്ള ഒരു ലൈന് വരയ്ക്കാം. 8 സെന്റിമീറ്റർ അല്ല അല്ലെ, 8.5 സെന്റിമീറ്റർ.
8.5 സെന്റിമീറ്റർ വരച്ചാലല്ലേ നമുക്ക് കറക്റ്റ്? യെസ്, 8.5 സെന്റിമീറ്റർ വരച്ചാലാണ് അതിന്റെ ലംബ സമഭാജി വരയ്ക്കുന്ന സമയത്ത് എന്ത് കിട്ടുള്ളൂ? 4.25 കിട്ടുള്ളൂ അല്ലെ? 4.25 ആണ് 8.5ന്റെ പകുതി എന്ന് പറയുന്നത്. ദെൻ നോക്ക്, ഈ ഒരു വരയുടെ പകുതിയിലധികം എടുക്കുക. നോക്ക്, ഈ വരയുടെ പകുതിയിലധികം എടുത്തു മിസ്. പകുതിയിലധികം, ഹാഫിനേക്കാളും കൂടുതൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യാ? ഇതാ ഇവിടെ ഒരു ആർക്ക് വരച്ചു. അതുപോലെ എന്ത് ചെയ്യാ? താഴെ ഒരാർക്ക് വരച്ചു. അതുപോലെ അടുത്ത എൻഡിൽ വെച്ചു. ഇതാ ഇതിനെ കൂട്ടിമുട്ടുന്ന രീതിയിൽ മറ്റൊരു ചാപം വരച്ചു. അതുപോലെ ഇവിടെ എന്ത് ചെയ്തു? ഇതിനെ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഒരു ചാപം വരച്ചു. അപ്പൊ നോക്കിയടാ, ദാ ഈ ഒരു രണ്ട് ചാപങ്ങൾ, രണ്ട് ആർക്കുകൾ എന്താണ് ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. ഇവിടെ ഇത് രണ്ടും എന്താണ് ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും കൂടെ കൂട്ടി ഒരു കറക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? ഇതായിരിക്കും പെർപെൻഡിക്കുലർ ബൈസെക്ടർ. ഇതെന്തായിരിക്കും? ഇത് 4.25 സെന്റിമീറ്റർ ആയിരിക്കും, ഇതും 4.25 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, അപ്പൊ നിങ്ങളോട് എന്താണ് ഇങ്ങനത്തെ മെഷേഴ്സ് ഒക്കെ ചോദിച്ചാൽ നിങ്ങൾ എന്താ ചെയ്യുക? അതിന്റെ ഡബിൾ എടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? അതിനെ പകുതിയായിട്ട് മുറിക്കുക. എങ്ങനെയാ പകുതിയായിട്ട് മുറിക്കുക? പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ടാണ്. ഓക്കെ, സെറ്റ് അല്ലേ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ഡ്രോ ആൻ ആംഗിൾ ഓഫ് 22.5 ഡിഗ്രി. 22.5 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ വരയ്ക്കാനാണ് പറയുന്നത്. ഇതെന്താണ്? ഇവിടെ ശരിക്കും വരയ്ക്കേണ്ട ആംഗിൾ ബൈസെക്ടർ ആണ്. അതായതെടാ നമുക്ക് 22.5 എന്ന് പറയുന്നത് നമുക്ക് വരയ്ക്കൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ? അപ്പൊ നോക്ക്, നിങ്ങൾ എന്ത് ചെയ്യുക? 22.5ന്റെ ഡബിൾ എത്രയാണ്? 22ന്റെ ഡബിൾ എന്ന് പറയുന്നത് 44 ആണ്. 44 + 1 45. അപ്പോൾ 45 ഡിഗ്രി ഉള്ള ഒരു ആംഗിൾ വരച്ചിട്ട് അതിനെ നേരെ പകുതിയാക്കി കഴിഞ്ഞാൽ എത്ര ഉണ്ടാവൂടാ? 22.5 ഉണ്ടാവും. അപ്പൊ അതാണ് കേട്ടോ ഇനി വരയ്ക്കാൻ പോകുന്നത്. ഇനി നോക്ക്, സ്കെയിൽ എടുത്തു. സ്കെയിൽ കറക്റ്റ് ഒരു ലൈൻ ജസ്റ്റ് വരച്ചു. ദെൻ അടുത്തെന്താണ് നമുക്ക് വേണ്ടത്? അടുത്ത നമുക്ക് പൊട്രാക്ടർ വേണം. പൊട്രാക്ടറിൽ എന്ത് ചെയ്തു? 45 ഡിഗ്രി അല്ലേ വരയ്ക്കേണ്ടത്? ഈ എൻഡിൽ വെച്ചു. എന്നിട്ട് 45 ഡിഗ്രി എടുക്കുക. 0, 10, 20, 30, 45. 45ൽ ഒരു പോയിന്റ് ഇട്ടു. എന്നിട്ട് എന്ത് ചെയ്യാണ്? അതിലൂടെ കടന്നു പോകുന്ന ഒരു ലൈൻ വരച്ചു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളുടെ 45 ഡിഗ്രി എന്ന് പറയുന്നത്. അപ്പൊ 45 ഡിഗ്രിനെ രണ്ടായിട്ട് മുറിച്ച് നമുക്ക് എന്ത് കിട്ടൂടാ? 22.5 കിട്ടൂ അല്ലെ? അപ്പൊ നോക്ക്, എങ്ങനെ രണ്ടായിട്ട് മുറിക്കാന്നാണ് കേട്ടോ ഇനി പറയുന്നത്. നോക്ക്, നേരത്തെ പോലെ തന്നെ നോക്ക്, നേരത്തെ എന്തായിരുന്നു? ആ ലൈനിന്റെ പകുതിയേക്കാൾ കൂടുതൽ എടുക്കാന്നല്ലായിരുന്നു. ഇവിടെ എന്ത് ചെയ്യാ? പകുതിയേക്കാൾ കൂടുതൽ എന്നല്ല, നിങ്ങൾക്ക് ഇവിടെ പകുതിയേക്കാൾ കൂടുതൽ എന്നൊന്നുമില്ല. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെങ്ത് എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെ ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ തന്നെ ഈ സാധനത്തിനെ ഇങ്ങോട്ട് താഴോട്ട് കൊണ്ടുവന്നിട്ട് എന്ത് ചെയ്യുക? ഇവിടെയും ഒരു ആർക്ക് വരയ്ക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യരുത്? കോമ്പസ് ഒന്നും ചെയ്യരുത് കേട്ടോ. കോമ്പസ് നോക്ക്, കോമ്പസ് അങ്ങനെ തന്നെ ആ സെയിം മെഷറിൽ എടുക്കുക. ഇവിടെ ഈ കൂട്ടിമുട്ടി ഈ ഒരു പോയിന്റിലെ ഈ ഒരു പോയിന്റിലും കൂട്ടിമുട്ടിയിട്ടുണ്ട്, ഇവിടെ ഒരു കൂട്ടിമുട്ടിയിട്ടുണ്ട് അല്ലെ? അപ്പൊ ആ കറക്റ്റ് ആ പോയിന്റിൽ വെക്കുക. ആ ചാപത്തിന്റെ അടുത്ത് വെക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? ആ സെയിം അളവിൽ ഇവിടേക്കും ഒരു ആർക്ക് വരയ്ക്കുക. അതുപോലെ അടുത്തതിന്റെ പോയിന്റിൽ വെക്കുക. ദെൻ എന്ത് ചെയ്യുക? അതിനെ കൂട്ടിമുട്ടുന്ന രീതിയിൽ ഇവിടേക്ക് ഒരു ആർക്ക് വരയ്ക്കുക. നോക്ക്, ഈ രണ്ട് ആർക്കുകളും ഈ ഒരു പോയിന്റിൽ കൂട്ടിമുട്ടുന്നുണ്ട് അല്ലെ? ആ ഒരു പോയിന്റിലൂടെ കടന്നു പോകുന്ന ഒരു ലൈന് വരച്ചു കഴിഞ്ഞാൽ, യെസ്, ആ ലൈന് വരച്ചു കഴിഞ്ഞാൽ ഇത് എത്രയായിരിക്കടാ? ഇത് 22.5 ഡിഗ്രി ആയിരിക്കും. ഇതും എന്തായിരിക്കും? 22.5 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, സെറ്റ് അല്ലേ? റെഡി അല്ലേ? അപ്പൊ ഇത്രയും മാത്രമേ നമുക്ക് എന്തിൽ പഠിക്കാനുള്ളൂടാ? ഈക്വൽ ട്രയാങ്കിൾസിൽ പഠിക്കാനുള്ളൂ. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു ചാപ്റ്റർ സെറ്റാണ്, അടിപൊളിയാണ് ആൻഡ് സിമ്പിൾ ആണ്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാലടാ നിങ്ങൾക്ക് എവിടെ നിന്ന് ചോദിച്ചാലും, ഈ ഒരു ചാപ്റ്ററിന്റെ എവിടെ നിന്ന് ചോദിച്ചാലും നിങ്ങൾക്കടാ എക്സാമിന് അടിപൊളിയായിട്ട് എഴുതാൻ പറ്റും കേട്ടോ. അപ്പൊ അടിപൊളിയായിട്ട് പഠിക്കുക. ഓൺ എക്സാമിന് ഫുൾ മാർക്ക് തന്നെ വാങ്ങുക. ഓക്കെ, ദെൻ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക ആൻഡ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ദെൻ ബൈ.